ഗാസയിൽ എത്താൻ ശ്രമിച്ച ആക്ടിവിസ്റ്റുകളെ കടലിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ഇസ്രായേൽ ബോട്ടുകൾ പിടിച്ചെടുത്തു. വെടിയേൽക്കാതിരിക്കാൻ ആക്ടിവിസ്റ്റുകൾ കൈകൾ ഉയർത്തി കമിഴ്ന്നു കിടന്നു. ഗാസയിലേക്ക് വരുന്നവരെ ഹമാസിനായി യുദ്ധത്തിനായി ചേരാൻ വരുന്നവരായി കണക്കാക്കുമെന്ന് IDF മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരെ അതായി കണക്കാക്കി നേരിടുമെന്ന മുന്നറിയിപ്പാണ് IDF നൽകിയിരിക്കുന്നത്. ഗാസയിലേക്ക് സഹായമായി പോയ ബോട്ടുകളുടെ വ്യൂഹത്തെയും ഇസ്രായേലി നാവികസേന തടഞ്ഞു വെക്കുകയും നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രെറ്റ ട്യൂബെ ഉൾപ്പെടെയുള്ളവരെ തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹമാസിന് അവസാനത്തെ അന്ത്യശാസനവും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ആയുധം വെച്ച് കീഴടങ്ങാത്ത പക്ഷം സർവനാശത്തിലേക്ക് കടക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നൽകിയത്. ട്രംപ് നൽകിയ സമയപരിധിയും അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ ഇതുവരെ സമാധാന കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതിനെല്ലാം ഇടയിലാണ് ഗാസയിലേക്ക് സഹായവുമായി ബോട്ടുകൾ എത്തുന്നത്. ഇതിനു മുൻപും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ ഗാസയിൽ സഹായവുമായി എത്തുന്ന ബോട്ടുകൾ ലക്ഷ്യമാക്കി ഹമാസ് തീവ്രവാദികൾ ആയുധം കടത്തുന്നുണ്ട് എന്നത്. ഇത് IDF സേന ഒരിക്കൽ ചെറുത്തതാണ്. വീണ്ടും അവർ മറ്റൊരു യുദ്ധത്തിനായി കോപ്പ് കൂട്ടുകയാണോ, അതിനായിട്ടാണോ നിരവധി ആളുകളെ അവിടേക്ക് എത്തിക്കുന്നതെന്നും സംശയങ്ങൾ നിഴലിക്കുന്നു.